IAS തലപ്പത്ത് വലിയ അഴിച്ചുപണിയാണ് സെക്രട്ടേറിയറ്റിൽ നടന്നിരിക്കുന്നത്. 50ഓളം IASകാരെയാണ് മാറ്റിയിരിക്കുന്നത്. 47 വരെ കറക്റ്റായിട്ട്, പിന്നെ ചീഫ് സെക്രട്ടറിക്ക് മാറ്റമുണ്ടാവും. അങ്ങനെ എല്ലാം കൂടെ 50ഓളം IASകാർക്ക് വലിയ മാറ്റമുണ്ടായി. അതിൽ KR ജ്യോതിലാൽ IAS, അദ്ദേഹം വളരെ ക്രിയേറ്റീവായിട്ടുള്ള IASകാരനാണ്, പ്രൊഫഷണലാണ്. ഒരുപാട് സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിൽ, IIIT പോലുള്ള സ്ഥാപനങ്ങളിൽ തുടങ്ങുന്നതിൽ, അതാണ് പിന്നെ ഡിജിറ്റൽ സർവകലാശാലയൊക്കെയായി മാറിയത്. വലിയ പങ്ക് വഹിച്ചിട്ടുള്ള KR ജ്യോതിലാൽ IAS ആയിരിക്കും ചീഫ് സെക്രട്ടറിക്ക് സാധ്യത എന്ന് ഞങ്ങളൊരു വീഡിയോ ചെയ്തിരുന്നു. ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും അങ്ങനെ ഒരു വീഡിയോ കേരളത്തിൽ ഒരു ചാനൽ, ഓൺലൈൻ ചാനലെങ്കിലും ചെയ്യുന്നത്. എന്നാൽ അതിനെ തുടർന്ന് ഇന്ന് ഇപ്പോൾ മുഖ്യധാര മാധ്യമങ്ങളും മുഖ്യധാര പത്രങ്ങളും, കേരള കൗമുദിയുള്ള പത്രങ്ങൾ, മനോരമ, മാതൃഭൂമിയുള്ള പത്രങ്ങളൊക്കെ KR ജ്യോതിലാൽ പുതിയ ചീഫ് സെക്രട്ടറി ആകും എന്ന് എഴുതിയിട്ടുണ്ട്. അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഞങ്ങൾ പുറത്തു കൊണ്ടുവന്ന ഒരു വാർത്ത, അത് ഇപ്പോൾ വളരെ ഗൗരവമായി സമൂഹം ചർച്ച ചെയ്യുന്നു എന്നുള്ളത്. ഈ മാസം 15-നകം തീരുമാനമുണ്ടാകാനാണ് സാധ്യത. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ തന്നെ ധനകാര്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ചുമതലയ്ക്ക് പുറമെ സംസ്ഥാന ആസൂത്രണ ബോർഡ്, പിന്നെ അതുപോലെ തന്നെ സംസ്ഥാന ആസൂത്രണ സാമ്പത്തിക വകുപ്പ്, ഇവയിലൊക്കെ ജ്യോതിലാലിന് അവസരം KR ജ്യോതിലാലിന് അവസരം കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ വലിയ ഒരു സാധ്യത അദ്ദേഹത്തിന് വരുന്നു. അദ്ദേഹം ജൂൺ 15-നകം ഒരു തീരുമാനമുണ്ടാകാൻ സാധ്യതയുണ്ട്. അദ്ദേഹത്തിൻ്റെ സാധ്യത എന്ന് പറയുന്നത്, ഈ മാസം നിലവിലുള്ള അഡീഷണൽ ചീഫ് സെക്രട്ടറിമാരിൽ 1989 ബാച്ചിലെ അഡീഷണൽ ചീഫ് സെക്രട്ടറി മനോജ് ജോഷിയാണ് ഏറ്റവും സീനിയർ. പക്ഷേ അദ്ദേഹം കേന്ദ്ര ഡെപ്യൂട്ടേഷനിലാണ്. 1901 ബാച്ചിലെ രചന ഷായും കേന്ദ്ര സർവീസിലാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും കേരളത്തിലേക്ക് വരുന്നില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്. രചന ഷായും കേരളത്തിൽ വരുന്നില്ല, മനോജ് ജോഷിയും കേരളത്തിലേക്ക് വരുന്നില്ല. അപ്പോൾ രണ്ടുപേരുടെ കാര്യം ഒഴിയുന്നു. ഏറ്റവും സീനിയറായിട്ടുള്ള, കേരള കേഡറിലുള്ള ഏറ്റവും സീനിയറായിട്ടുള്ള 2 IASകാരാണ് മനോജ് ജോഷിയും രചന ഷായും. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ഇപ്പോഴത്തെ ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി ആയിരിക്കുന്ന പിന്നെ സിൻഹയാണ് മറ്റൊരാളുള്ളത്. അതുകൊണ്ട് പക്ഷേ ഈ സിൻഹയുടെ വലിയൊരു പ്രശ്നം, LDF കാലത്ത് വനിതാ IAS ഉദ്യോഗസ്ഥർ ഉന്നയിച്ച പരാതിയിൽ നടപടിയെടുക്കണമെന്ന് UDF ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു വലിയ പരാതി ഈ സിൻഹയുടെ പേരിൽ, വിശ്വനാഥ് സിൻഹയുടെ പേരിൽ കിടക്കുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ചീഫ് സെക്രട്ടറി ആക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ തീർച്ചയായിട്ടും പിന്നെ KR ജ്യോതിലാലിന് വലിയ ഒരു സാധ്യതയാണുള്ളത്. 2022 സെപ്റ്റംബറിലാണ് പിന്നെ സിൻഹ വിരമിക്കുന്നത്. എന്നാൽ ജ്യോതിലാലിന് 29 മെയ് വരെ സർവീസ് ഉണ്ട്. 2026 ആയിട്ടുള്ളൂ. അപ്പോൾ ഒരു ദീർഘകാലം 2-3 വർഷം ചീഫ് സെക്രട്ടറി ആയിരിക്കാനൊരു അവസരമുണ്ട്. മാത്രമല്ല ക്രിയേറ്റീവായി മറ്റത് 6 മാസം 1 വർഷമാണ് ചീഫ് സെക്രട്ടറി കിട്ടുന്നത്. ഇത് 1 വർഷത്തോളം 3 വർഷത്തോളം കിട്ടുന്നത് കൊണ്ട് തന്നെ വളരെ ക്രിയേറ്റീവായി KR ജ്യോതിലാലിന് സമൂഹത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയും. വൈദ്യുതി വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി പുനീത് കുമാർ, ഗവർണറുടെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ ദേവേന്ദ്രകുമാർ ദോവാദ് എന്നിവരാണ് സീനിയോറിറ്റിയിൽ മുന്നിലുള്ളത്. പാർലമെൻ്ററി കാര്യ സെക്രട്ടറി രാജീവ് നാരായണ സ്വാമി 91 ബാച്ച് IAS ഉദ്യോഗസ്ഥനാണെങ്കിലും ചീഫ് സെക്രട്ടറി റാങ്ക് നൽകിയിട്ടില്ല. അപ്പോൾ അഡീഷണൽ ചീഫ് സെക്രട്ടറി റാങ്കിലുള്ള KR ജ്യോതിലാൽ IAS അവർകളായിരിക്കും തീർച്ചയായും വലിയ സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ പിന്നെ ഗൗരവമായ ഒരു സാധ്യത ഇതിനകത്ത് കാണുന്നു. തീർച്ചയായിട്ടും KR ജ്യോതിലാൽ IAS അവർകളായിരിക്കും അടുത്ത ചീഫ് സെക്രട്ടറി എന്നാണ് കാണുന്നത്. അത് അദ്ദേഹം ആകണമെങ്കിൽ ഈ കേരളത്തിന് വേണ്ടി വളരെ മനോഹരമായ ഒത്തിരി പ്രോജക്റ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്. വേൾഡ് ബാങ്ക് പ്രോജക്റ്റിൽ ഉണ്ടായിരുന്നു. വേൾഡ് ബാങ്ക് പ്രോജക്റ്റ് ജലനിധിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിരുന്നു. IIIT തുടങ്ങുന്നത് IT സെക്രട്ടറി ആയിരുന്നുകൊണ്ട് IIIT തുടങ്ങുന്നതിൽ മുൻകൈ എടുത്തു. അത് വളരെ വലിയ ഒരു വലിയ പ്രധാനപ്പെട്ട IASകാരനാണ്. ഇരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ക്രിയേറ്റീവായി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വളരെ കൃത്യമായ ഒരു അദ്ദേഹം BTech IIT-യിൽ നിന്ന്, മദ്രാസിൽ നിന്ന് BTech പാസ്സായിട്ടുള്ള ആളാണ്. MBA ICFA-യിൽ നിന്ന് MBA എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നിരവധി വകുപ്പുകൾ, തിരുവനന്തപുരം ജില്ലാ കളക്ടറായിരുന്നു, കണ്ണൂർ ജില്ലാ കളക്ടറായിരുന്നു, പിന്നെ അതുപോലെ തന്നെ IT-യിലാണ് അദ്ദേഹം നിരവധി പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. ട്രാൻസ്പോർട്ടിൻ്റെ സെക്രട്ടറി ആയിരുന്നു, റവന്യൂവിലുണ്ടായിരുന്നു, അതുപോലെ തന്നെ ദേവസ്വത്തിലുണ്ടായിരുന്നു, IPRD-യുടെ ചുമതലയുണ്ടായിരുന്നു, പ്രിൻറ്റിംഗ് ആൻഡ്
സ്റ്റേഷനറിയുടെ ചുമതലയുണ്ടായിരുന്നു, ടാക്സസിലുണ്ടായിരുന്നു, അഗ്രികൾച്ചറിലുണ്ടായിരുന്നു, അതുപോലെ തന്നെ അനിമൽ ഹസ്ബൻഡറിയിലുണ്ടായിരുന്നു, അതുപോലെ ഫിഷറീസ്, ഫുഡ് ആൻഡ് സിവിൽ സപ്ലൈസ്, ടൂറിസം, പാർലമെൻ്ററി അഫയേഴ്സ്, പോർട്ട്, അതുപോലെ തന്നെ ഏവിയേഷൻ, ജനറൽ അഡ്മിനിസ്ട്രേഷനിൽ ദീർഘകാലം ഉണ്ടായിരുന്നു, പവർ, ഫോറസ്റ്റ്, വൈൽഡ് ലൈഫ്, എല്ലാ കാര്യത്തിലും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ തിരുവനന്തപുരം മെട്രോ സിറ്റി, കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ്, കേരള മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് അതോറിറ്റി തുടങ്ങിയ സ്മാർട്ട് സിറ്റി തുടങ്ങിയ നിരവധി പദ്ധതികളിൽ അദ്ദേഹത്തിൻ്റെ ഒരു കയ്യൊപ്പുണ്ട്. അദ്ദേഹം അതുപോലെ തന്നെ ഈ എയർപോർട്ട്, കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട്, ഇ മൊബിലിറ്റി ആൻഡ് ഹൈഡ്രജൻ എക്കോണമി എന്ന് പറഞ്ഞാൽ പുതിയ കാലഘട്ടത്തിന് അനുയോജ്യമായ മിക്കവാറും പ്രോജക്റ്റുകളിലെല്ലാം KR ജ്യോതിലാൽ IASൻ്റെ കയ്യൊപ്പുണ്ട്. തീർച്ചയായിട്ടും ഏറ്റവും അനുഗുണനായിട്ടുള്ള വ്യക്തി തന്നെയാണ് അദ്ദേഹം ആകും എന്നാണ് ഇപ്പോഴത്തെ എല്ലാ ചാനലുകളും പത്രങ്ങളും പറയുന്നത്. അങ്ങനെ കുറച്ച് സമയം കിട്ടുന്ന KR ജ്യോതിലാൽ IAS ഇപ്പോൾ ധനകാര്യ വകുപ്പിൻ്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ്. മാത്രമല്ല സർക്കാർ ഇപ്പോൾ പുറപ്പെടുവിച്ച ധവള പത്രത്തിൻ്റെ കൺവീനറായിരുന്നു. ശമ്പള പരിഷ്കരണ കമ്മീഷനുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. അപ്പോൾ വലിയ തോതിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പദവിയിലാണ് കാര്യങ്ങളാണ് അദ്ദേഹം അഡീഷണൽ ചീഫ് സെക്രട്ടറി എന്നുള്ള റാങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും കൃത്യമായ ഒരു സ്ഥാനം ചീഫ് സെക്രട്ടറി ആകുന്നതിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു അവസരമുണ്ട്. അപ്പോൾ അത് സർക്കാർ കൊടുക്കുമെന്ന് തന്നെ കരുതാം. ഞാൻ പറഞ്ഞ പോലെ മനോജ് ജോഷിയും രജനീഷായും കേരളത്തിലേക്ക് വരുന്നില്ല. സിൻഹ കേരളത്തിൽ ഈ ചെറിയ പ്രശ്നത്തിൽ നിൽക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ചീഫ് സെക്രട്ടറി എന്ന് പറയുന്നത് ഒരു ക്ലീൻ ഇമേജുള്ള, ഒരു നല്ല ട്രാക്ക് റെക്കോർഡുള്ള ഒരു വ്യക്തി ആകുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷം. അത് പ്രധാനപ്പെട്ട പദവിയാണ് ചീഫ് സെക്രട്ടറി. എല്ലാ സെക്രട്ടറിമാരെയും എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്യുന്നൊരു പദവി ആയതുകൊണ്ട് തന്നെ അതിന് അതിൻ്റേതായ മെച്ചവും ഉണ്ട്.